അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ നേരത്തെ ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ LED സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വയറിങ്ങാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ LED നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേ വെച്ചിട്ട് വലിയ ബൾബുകളൊക്കെ കൊടുക്കാം. കൺട്രോൾ ചെയ്യാൻ ഈ ഒരു അർഡിനോ മാത്രം മതി. പക്ഷേ നമ്മൾ ഇവിടെ ഈ ഒരു LED എങ്ങനെ കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞുതരാം. ഈ എല്ലാ LEDയുടെയും നെഗറ്റീവുകൾ തമ്മിൽ ടോട്ടലായിട്ട് ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു വയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ LEDയുടെയും ഓരോ പോസിറ്റീവിലും ഓരോ റെസിസ്റ്റൻസ് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ അത് കാണിക്കുന്നില്ല, തൽക്കാലം ടെമ്പററി ആയിട്ട് കാണിക്കാനായിട്ട് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവിൽ ഒരു റെസിസ്റ്റൻസ് കോമൺ ആയിട്ട് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 500 ohmsൻ്റെ ഓരോ റെസിസ്റ്റൻസും നമുക്ക് ഓരോ LEDക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ അർഡിനോയിലേക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മളിവിടെ ഈ ഒരു വയർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ സീരിയലായിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അർഡിനോ നാനോയിൽ D2 മുതൽ D11 എന്ന് പറയുന്ന പിന്ന് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കണക്ഷൻസാണ് നമ്മളിവിടെ 10 വയർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 10 വയർ നമ്മൾ ഈ 10 LEDക്കും ഓർഡറായിട്ട് അവിടെ നിന്ന് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ കയറുന്ന സമയത്ത് നമ്മളിവിടെ സെൻസ് ചെയ്യാനായിട്ട് IR സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടോപ്പിൽ നിന്ന് ഇറങ്ങുന്നതും ഇത് നമ്മൾ താഴ്ത്തുനിന്ന് കയറുന്നതുമാണ്. അപ്പോൾ ഇതിലൊരു സിഗ്നൽ കിട്ടുമ്പോൾ ഓരോ LEDകൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് അതിന് കയറി പോവും. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ LEDകൾ ഇങ്ങനെ താഴത്തേക്ക് കത്തി വരും. അത് കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് ഓരോന്ന് ഓഫായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിനൊന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുന്ന ആളെ സെൻസ് ചെയ്യാനായിട്ട് നമ്മളോട് താഴെ ഒരു IR വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആളെ സെൻസ് ചെയ്യാനായിട്ട് മുകളിലും നമ്മൾ ഒരു IR ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഒരു IRന് ഒരു സെക്കൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ LEDകളായിട്ട് ഇങ്ങനെ മേലോട്ട് ഓണായി വരും. അതിന് ശേഷം എവിടെ നിന്നാണ് ഓണായത്, താഴത്തു നിന്നാണ് ഓണായത്, അത് അവിടുന്ന് തന്നെ ഓഫായിട്ട് ആ ഒരു സർക്യൂട്ട് അങ്ങനെ കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെയാണ് മുകളിലിരിക്കുന്ന IRും ആക്ട് ചെയ്യുന്നത്. മുകളിലിരിക്കുന്ന IRനും ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒരു സെക്കൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓരോ LEDകളായിട്ട് ഇങ്ങനെ ഓണായി വരും. അതിന് ശേഷം മുകളിൽ നിന്ന് തന്നെ ഓരോന്നായിട്ട് ഓഫായിട്ടും പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ താഴത്തൊന്നും സെൻസ് ചെയ്തിട്ട് കാര്യമില്ല, അത് വർക്കാവില്ല. സെൻസർ മാത്രമാണ് വർക്കാവുള്ളൂ. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം തന്നെയാണ് അടിയിൽ നിന്നുള്ള ഒരു ഇതും ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ താഴത്തുനിന്ന് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. അതിൻ്റെ ഇടയിൽ നമ്മൾ മുകളിൽ കൈ വെച്ചാലൊന്നും സംഭവിക്കില്ല. സെൻസർ ആക്റ്റീവ് ആവുന്ന സിഗ്നൽ നമുക്ക് കാണാം, പക്ഷേ ആ ഒരു വർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടുന്ന് വീണ്ടും അത് സ്റ്റാർട്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വീണ്ടും ഒരു സിഗ്നൽ കൊടുത്താൽ മാത്രമാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതും വർക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.